ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തള്ളാതിരുന്നതെന്ന് രാഹുൽ ഗാന്ധി. ട്രംപ് നുണയനാണെന്ന് പറയാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയേക്കാൾ വലുതാണ് നമ്മുടെ രാഷ്ട്രം. സേനയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Donald Trump has said 29 times. 29 times he said, 29 बार उन्होंने बोला कि भैया मैंने सीज फायर करवाया है. अच्छा, अगर वो झूठ बोल रहे हैं तो अपने भाषण में यहां प्रधानमंत्री कह दें कि वो झूठ बोल रहे हैं. यहां पे अगर दम है तो यहां पे प्रधानमंत्री बोल दे कि ट्रंप झूठ बोल रहे हैं. If he has the courage, if he has the courage of Indira Gandhi, yes, let him say here, yes, let him say here, yes, that Donald Trump, you're a liar, yes, that you did not make a ceasefire, and that we did not lose any planes. Let him say it here, yes, if he has the courage. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, മോദിയെ വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്തൊക്കെയാണ് പഹൽഗാം ചർച്ചയിൽ സഭയിൽ സംഭവിക്കുന്നത്? അതന്നെ രൂക്ഷമായിട്ടുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയിരിക്കുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച കാര്യം 29 തവണ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അത് കള്ളമാണെന്ന് പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ ധൈര്യത്തിന്റെ 50% പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്നെങ്കിൽ അത് കള്ളമാണെന്ന് പ്രധാനമന്ത്രി പറയുമായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. 40 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാനോട് ഇന്ത്യ കീഴടങ്ങുകയായിരുന്നു. ആക്രമിച്ച ശേഷം പാകിസ്ഥാനെ വിളിച്ച് ഇക്കാര്യം ഇന്ത്യ അറിയിച്ചു. സംഘർഷം വ്യാപിപ്പിക്കാനില്ലെന്ന് ഇന്ത്യ തന്നെയാണ് പാകിസ്ഥാനെ അറിയിച്ചതെന്ന് കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നായിരുന്നു രാഹുൽ ആ സഭയിൽ ആദ്യം പറഞ്ഞത്. അതിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി കടന്നത്. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപ് പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ലാതായി പോയത് എന്നുകൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. മോദി സംസാരിക്കുമ്പോൾ നിരന്തരമായിട്ട് മോദി പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ട്രംപ് ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയും തള്ളിപ്പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നുകൂടി രാഹുൽ ചോദിക്കുന്നുണ്ട്. ഇന്ന് ആ സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ടല്ലോ, ആ സമയമെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് എന്ന് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നുകൂടി രാഹുൽ ഗാന്ധി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു രാജ്യം പോലും പാകിസ്ഥാനെ ഇതുവരെയും അപലപിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി പരിശോധിക്കണം. ഭീകരവാദത്തെയാണ് ലോകരാജ്യങ്ങൾ എതിർത്തത്. അതേസമയം അമേരിക്കയെ അപലപിക്കാൻ ഒരു രാജ്യം പോലും ഇതുവരെയും തയ്യാറായില്ല എന്ന കാര്യം മോദി മറക്കരുത് എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഈ സംസാരത്തിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ PR വർക്കിനേക്കാളും അപ്പുറമാണ് രാജ്യം. അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒരിക്കലും യുദ്ധക്കളമാക്കി മാറ്റാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സേനയെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത് എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇന്ദിരയെ പോലെ ധൈര്യമുള്ള പ്രധാനമന്ത്രിയെയാണ് രാജ്യത്തിന് നിലവിൽ ആവശ്യം. വലിയ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ പോലെ ധൈര്യമുള്ള ഒരു പ്രധാനമന്ത്രിയെ വേണമെന്നുകൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. നേരത്തെ സഭയിൽ സംസാരിച്ച ഭരണപക്ഷ എംപിമാരെല്ലാവരും മന്ത്രിമാരെല്ലാവരും ഇന്ദിരാഗാന്ധിയുടെ പല നടപടികളെയും ചോദ്യം ചെയ്ത് പ്രസംഗിച്ചിരുന്നു. ഇതിനൊരു മറുപടി കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തിലൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഇമേജിനേക്കാൾ വലുതാണ് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യവും. അതുകൊണ്ട് അത് പ്രധാനമന്ത്രി മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ശരി.